Kitchen Magic Season 4 powered by Kitchen Treasures and presented by Datri Eat Pure Lake. അങ്ങനെ കഴിഞ്ഞ 3 ദിവസങ്ങളായി നിങ്ങൾ ബിരിയാണി റൗണ്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മത്സരം തീരുന്നില്ല, ഇനിയും ബാക്കിയുണ്ട്. ഇത് ലാസ്റ്റ് റൗണ്ടാണ്. അപ്പൊ ലാസ്റ്റ് ഗ്രൂപ്പിന്റെ ബിരിയാണി റൗണ്ടിന്റെ പെർഫോമൻസ്. അപ്പൊ ഈ 4ാമത്തെ ഗ്രൂപ്പ് വളരെ ശക്തമായ ഗ്രൂപ്പ് തന്നെയാണ്. ഇന്നും നല്ലൊരു ടൈറ്റ് മത്സരമാണ് നടക്കാൻ പോകുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിരിയാണി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസിപ്പീസ്. എന്തായാലും എല്ലാവരും തന്നെ ശ്രദ്ധാപൂർവം കാണുക, ആവശ്യമുള്ള റെസിപ്പീസ് എഴുതിയെടുക്കുക, നന്നായിട്ട് ആസ്വദിക്കുക. ഹായ്, എൻ്റെ പേര് രാധിക, ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. കുക്കിംഗ് ഭയങ്കര ക്രേസാണ്. കാരണം ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പീസൊക്കെ ടേസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ടേസ്റ്റ് ചെയ്തിട്ട് വലിയ കുഴപ്പമില്ലാത്ത അഭിപ്രായമാണ് പറയാറുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പാചകമാണ്. ഇതാണ് എൻ്റെ ഫാമിലി. കുക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇവരാണ്. കിച്ചൺ മാജിക്കിന്റെ സീസൺ 4-ൽ ഞാനും ഉണ്ട്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണി. അതിൽ ശരിക്കും ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഇടുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് ഉണ്ടാക്കി നോക്കാം. ബിരിയാണിക്കുള്ള ചിക്കൻ ഒന്ന് ജസ്റ്റ് ഉപ്പിട്ട് വയ്ക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേക്കും. ബിരിയാണിക്ക് വേണ്ടുന്ന മസാലാസാണ് ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പു, ജാതിപത്രി, അതെല്ലാം ആവശ്യമാണ്. ഏകദേശം അതെല്ലാം മസാലാസ് അരച്ചെടുക്കാം. ബിരിയാണിക്ക് ആവശ്യമുള്ള സവാള കട്ട്. റൈസ് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം വെള്ളം ഒഴിച്ച് നമുക്ക് കുതിർക്കാൻ വയ്ക്കാം. ഏകദേശം കുക്കർ ചൂടായിട്ടുണ്ട്. 1 ടീസ്പൂൺ ഡാൽഡ ഇട്ട് കൊടുക്കാം. നെയ്യ്, നെയ്യുണ്ടായിട്ട് നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. അതിലേക്ക് പട്ട ഇട്ട് കൊടുക്കാം. പെരുംജീരകം, ഗ്രാമ്പൂ ഇട്ട് കൊടുക്കണം. ജാതിപത്രി, പട്ടേൻ്റെ എല്ലാം ഒന്ന് ഇതിട്ട് കൊടുക്കാം. അതിലേക്ക് ഉള്ളി, സവാള നമുക്ക് ആഡ് ചെയ്യാം. ബിരിയാണിൻ്റെ ഉള്ളിൽ ചിക്കൻ ഫ്രൈ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ട സവാള ഒന്ന് കട്ട് ചെയ്യാം. ഉള്ളി നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്, സവാള. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് ചേർക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പുതിനയില എല്ലാം കൂടി ചേർത്തിട്ടാണ് അരച്ചിരിക്കുന്നത്. ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഈ എണ്ണയിൽ തന്നെ നെയ്യിലിട്ട് തന്നെ വഴച്ചാൽ അതിൻ്റെ കളറും കിട്ടും, നന്നായിട്ട് അതിൻ്റെ എരിവും. അതിലേക്ക്
കുറച്ച് ഗരം മസാല ചേർക്കാം, ബിരിയാണി മസാല. ബിരിയാണി മസാല ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതോടൊപ്പം മല്ലിയില കുറച്ച് ചേർക്കാം, മല്ലിയിലും തക്കാളി. മസാലാസ് ചേർത്ത് വെച്ച ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർക്കാം. ഇതോടൊപ്പം പുതിന ഇട്ട് കൊടുക്കാം, പുതിനയില. ഏകദേശം ചിക്കൻ ഇതിൽ മുറുകി വന്നിട്ടുണ്ട്. ഉപ്പും മുളകും മസാലാസൊക്കെ ഏകദേശം പാകമായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ലെമൺ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ബിരിയാണി മസാലാസ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ബിരിയാണി റൈസ്, 2 കപ്പ് ബിരിയാണി റൈസാണ് അതിലേക്ക് ആഡ് ചെയ്യുക. ഒരു കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് കണക്ക്. 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. കുക്കറെ അടച്ച് വെച്ച് വേവിക്കാം. ഏകദേശം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ലെഗ് പീസ് ഇട്ട് പൊരിച്ചെടുക്കാം. രാധിക, എന്താണ് പാലക്കാടൻ ശൈലിയാണോ താങ്കളുടെ ബിരിയാണി? അങ്ങനെ ചോദിച്ചാൽ അത് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു ബിരിയാണി. പുതുമയുള്ളൊരു ബിരിയാണിയാണ്. എന്താണ് അതിന് പറയാം? സ്പെഷ്യൽ ഒന്നുമില്ല, ചിക്കൻ കുറച്ച് ഫ്രൈ ചെയ്തിട്ട് ഉള്ളിൽ ഫില്ലിയാണ്. ഒരു പീസ് ചിക്കനേ ഉള്ളോ? അല്ല, അതിലും ചിക്കൻ വെച്ചിട്ടുണ്ട്. ഇത് ഡെക്കറേഷൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ചിക്കൻ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ചിക്കൻ മസാലയിൽ തന്നെ ഇട്ട് ഫ്രൈ ചെയ്യുകയാണ്. എന്നിട്ട് റൈസും അതിലിട്ടിട്ട് കുറച്ചുകൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിൽ വെള്ളം, ലെമൺ, മല്ലിയില എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വീണ്ടും വേവിച്ചെടുക്കുന്നു. എന്നിട്ട് ഇതും ഉള്ളി, ഒണിയൻ ചെറിയൊരു മസാല രീതി ഉണ്ടാക്കിയിട്ട് അതിന് നടുവിൽ ഫില്ല് ചെയ്യും. അപ്പോൾ ഇതിനകത്തും ഉണ്ട്. അപ്പോൾ ഡബിൾ പ്രയോഗമാണ്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ അതിൽ കിടന്ന് വേകുന്നതുകൊണ്ട് ആ ചോറിൽ ഒരു ചിക്കൻ്റെ ഒരു ടേസ്റ്റ് വരും. അതുകൂടാണ്ട് നമുക്കൊരു കഴിക്കുന്ന സമയത്ത് അത് കൊടുക്കുമ്പോൾ മേലൊരു ചിക്കൻ അതിൻ്റെ സിംബോളിക്കായിട്ട് വരികയും ചെയ്യും. ഒരു മസാല സെപ്പറേറ്റ് അല്ലേ? ചിക്കൻ മസാല കഴിക്കുന്ന പോലെ. ചിക്കൻ മസാല കഴിക്കുന്ന പോലെ. ഓഹോ, അപ്പോൾ ഇതിനു വേണ്ടി കുറച്ച് ആലോചിച്ച് കണ്ടുപിടിച്ചാണോ ഇത്? അതെ, എക്സ്പെരിമെന്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഏതാണ്ടൊക്കെ ആയി തോന്നുന്നു അല്ലേ? ഏകദേശം വിസിൽ വന്നിട്ടുണ്ട് മാം. അപ്പോൾ കുക്കറിൽ വെച്ചാണോ ചെയ്തത്? കുക്കറിൽ വെച്ച്. എത്ര വിസിൽ? ഞാൻ ഏകദേശം ഒരു വിസിൽ, എന്താണ് കണക്ക്? ഒരു കപ്പ് അരി റൈസിന് 1.5 കപ്പ് അല്ല 1.25 വെള്ളം. അത് കുക്കറിനനുസരിച്ചുണ്ടാവും. ചില കുക്കറിൽ 1.25 കപ്പ് വേണം, ചിലത് 1.5 കപ്പ് വേണം. ഇപ്പം എന്തായാലും കറക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്നു അല്ലേ? ഒരു വിസിൽ ഇട്ടിട്ട് ഓഫ് ചെയ്ത് വെച്ചിരിക്കും. അതെ, ഓക്കെ. ഏകദേശം നമ്മുടെ ബിരിയാണി ഒന്ന് റെഡി ആയിട്ടുണ്ട്. സാലഡിന് വേണ്ട ക്യാപ്സിക്കം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ജഡ്ജസ് കഴിച്ചു നോക്കിയിട്ട് എന്താ അഭിപ്രായം പറയാമെന്ന് അറിയില്ല.
കഴിച്ചു നോക്കിയിട്ട് നല്ല അഭിപ്രായം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. എന്താ അറിയില്ല, അവര് എന്താ പറയാന്ന് അറിയില്ല. Hello everyone, I am Sajna Sulaiman. മലപ്പുറം ജില്ലയിൽ തിരൂരാണ് എൻ്റെ വീട്. ഇതൊക്കെ എൻ്റെ റിലേറ്റീവ്സ് ആണ്. കസിൻസ്, ഗ്രാൻഡ് മദർ, അമ്മായി, അമ്മോനാണ്, ബ്രദർ, ഒക്കെ ബ്രദേഴ്സാണ്. ഇവരൊക്കെയാണ് ഞാൻ എന്ത് സാധനങ്ങളും പരീക്ഷിച്ചാൽ ആദ്യം കഴിച്ചു നോക്കുന്ന ആൾക്കാർ. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു പേർഷ്യൻ സ്റ്റൈൽ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഫുള്ളി പേർഷ്യൻ അല്ല, എനിക്ക് കിട്ടിയ സ്പൈസസ് ഒക്കെ ഇവിടുത്തെ സ്പൈസസ് ആണ്. കുറച്ച് ഇന്ത്യൻ സ്പൈസസും കൂടെ ഇട്ടിട്ടുള്ള ഒരു ബിരിയാണിയാണ്. കൂടുതൽ സ്പൈസി ആവില്ല, ഒരു സേവറി ആവും, ബട്ട് നോട്ട് സ്പൈസി. അതിൻ്റെ കൂടെ ഒരു സാലഡ്, ഒരു റൈത്ത, അറാബിക് റൈത്ത, പിന്നെ ഒരു ഡേറ്റ്സ് ചട്നിയും, പിന്നെ ഒരു പിക്കിൾ ബീറ്റ്റൂട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ തുടങ്ങട്ടെ എന്തായാലും അതിൻ്റെ ജോലി. പ്രോൺസും ചിക്കനും വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. ചിക്കൻ സ്റ്റോക്കിലാണ് ഞാൻ റൈസ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് പ്രോൺസിൻ്റെ ഒരു മസാലയാണ് ഞാൻ ഇതിൽ കൊടുക്കുന്നത്. ചിക്കൻ സ്റ്റോക്ക് എടുക്കണം എനിക്ക്. ചിക്കൻ സ്റ്റോക്കിലാണ് ഞാൻ ഈ ബിരിയാണി റെഡിയാക്കുന്നത്. ഉള്ളി ഞാൻ ഈ സ്ലൈസറിൽ തിന്നായിട്ട് സ്ലൈസ് എടുക്കണം. എനിക്ക് പ്രോൺസ് മസാല റെഡിയാക്കാനുള്ള പാന് ഞാനിവിടെ ചൂടാക്കാൻ വെക്കുന്നുണ്ട്. ഈ ചൂടായ പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് ഒഴിക്കുമ്പോഴാണ് ആ ബിരിയാണിയുടെ ഫ്ലേവർ ശരിക്കും കിട്ടുക. ഉള്ളി സോട്ട് ചെയ്യുമ്പോൾ കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് വെക്കണം. എന്നാൽ പെട്ടെന്ന് സോട്ട് ആയി കിട്ടും, പെട്ടെന്ന് വഴന്ന് കിട്ടും അത്. ചിക്കൻ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ടാവും. ഇത് സോട്ട് വരുന്നുണ്ട്. ഈ ഉള്ളി ഒരു പിങ്ക് കളറായി വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഡയറക്റ്റ് ആയിട്ട് പ്രോൺസ് ആഡ് ചെയ്യാം. ഓൾമോസ്റ്റ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യാം. അത് ഓൾമോസ്റ്റ് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചിക്കൻ സ്റ്റോക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു നല്ല കളർ കിട്ടും. ഇതിലേക്ക് ഞാൻ ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നു. മൂടി വെച്ചു കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് വെച്ചു കൊടുക്കുക. ഹലോ. ഹായ് മാം. ബിരിയാണിയാണ് സ്പെഷ്യൽ ഒരു പേർഷ്യൻ സ്റ്റൈലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അധികം സ്പൈസി അല്ല, ഒരു ഷാഹി സ്മെല്ലാണ് വരുന്നത്. ആണോ? തൈരും
കാഷ്യൂ അല്ലേ പേർഷ്യൻ എന്ന് പറയുമ്പോൾ? കാഷ്യൂ ഒന്നും ഇടുന്നില്ല. പേർഷ്യൻ കുറച്ച് സ്പൈസസ് ഒക്കെ കുറച്ച് സേഫ്രനൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ബിരിയാണി. കുറച്ച് കൂടുതലായിട്ട് പറയാനാണെങ്കിൽ ഞാൻ കുറച്ച് ടൊമാറ്റോ യൂസ് ചെയ്യുന്നില്ല. ടൊമാറ്റോ പേസ്റ്റും കേർഡും എല്ലാം യൂസ് ചെയ്തിട്ടാണ്. പിന്നെ വേറെ നല്ലൊരു ഡിഫറൻറ്റ് സ്മെല്ല് വരുന്നുണ്ട്. ആണോ? ചിക്കൻ സ്റ്റോക്കിലാണ് ഉണ്ടാക്കുന്നത്. മസാല റൈസ് പ്രോൺസ് മസാല എന്നിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ഞാൻ കുറച്ച് നേരം. സേഫ്രനൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് ലെയർ ചെയ്ത് ബേക്ക് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു ചിക്കൻ സാലഡ്, ഒരു അറബിക് റൈത്ത. കൊള്ളാം, ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കും. ചിക്കൻ സാലഡ് ആൻഡ് അറബിക് റൈത്ത. ആക്ച്വലി ബിരിയാണി പേർഷ്യൻ അപ്പം അതുകൊണ്ട് പേർഷ്യൻ സ്റ്റൈൽ തന്നെ ആക്കുക. അതിൽ അങ്ങനത്തെ ഒരു പോട്ടിൽ സെർവ് ചെയ്യാനൊക്കെ അങ്ങനെയുള്ള റിസർച്ച് നടത്തി നോക്കിയോ? നടത്തിയിട്ടുണ്ട്, സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പം അവര് ചിക്കൻ സാലഡൊക്കെ അതിന്റെ കൂടെ കൊടുക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാനും അതൊന്ന് ട്രൈ ചെയ്യാൻ. ഒരു അറബിക് ഓലിവ് ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഒരു റൈത്ത യൂസ് ചെയ്യുന്നത്. ക്യുമിൻ, പെപ്പർ എല്ലാം ഗാർലിക് എല്ലാം യൂസ് ചെയ്തിട്ട്. അപ്പം എന്തെങ്കിലും നല്ലൊരു എന്താ പറയാ, ഇപ്പൊ തന്നെ നല്ലൊരു ഫ്ലേവർ ഒക്കെ ഈ ഭാഗത്തുനിന്ന് കാണുന്നുണ്ട്. താങ്ക് യു. ചിലരൊന്നും റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ഇവിടുത്തെ ബിരിയാണി എല്ലാ ടൈപ്പ് ബിരിയാണിയും രസമാണ്. പക്ഷെ എനിക്കിഷ്ടം കൂടുതൽ കുറച്ച് സ്പൈസ് കുറവുള്ള ബിരിയാണിയാണ്. എനിക്ക് പൊതുവെ സ്പൈസ് കുറവുള്ള ഫുഡാണ് ഇഷ്ടം. ഇതിപ്പോ ഇതിന് വേണ്ടിയിട്ട് എക്സ്പെരിമെന്റ് ചെയ്ത് പഠിച്ച് റെഡിയാക്കി വന്നതാണ്. അത് ഞാൻ ഉണ്ടാക്കുന്നത് യൂഷ്വലി ഉണ്ടാക്കുന്നതല്ലോ അല്ലേ? സംതിങ് സ്പെഷ്യൽ മാജിക്. ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. റൈസ് വെന്തോ എന്ന് നോക്കണം. ഒന്നുകൂടെ ആവാനുണ്ട് റൈസ്. ആക്ച്വലി ഒരു 5 മിനിറ്റ്സും കൂടെ വേണ്ടി വരും വെന്ത് കിട്ടാൻ. ഇതിലേക്ക് ഞാൻ കിച്ചൺ ട്രഷേഴ്സിൻ്റെ കുറച്ച് ബിരിയാണി മസാല ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചിട്ടാൽ മതി. ആക്ച്വലി കുറച്ചിട്ടാൽ തന്നെ നല്ല ഫ്ലേവർ കിട്ടും. പിന്നെ എൻ്റെ ബിരിയാണി കൂടുതൽ സ്പൈസിയും അല്ല. റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് കൂടുതൽ വേവേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു കടി വേണം ആക്ച്വലി അരിക്ക്. എനിക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. നെക്സ്റ്റ് ഞാനൊരു ആപ്പിൾ സാലഡ് ഇതിലേക്ക് ഉണ്ടാക്കുന്നുണ്ട്. സോൾട്ടും കൂടെ ഒന്ന് കുഴച്ച് വെക്കാം. എൻ്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അവന്ന് എടുത്തിട്ടുണ്ട്, കറക്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു സാലഡും ഉണ്ട്, ഒരു ചിക്കൻ ആൻഡ് ആപ്പിൾ സാലഡ് ആൻഡ് ഒരു അറബിക് റൈത്ത. ഹായ്, ഐ എം ശ്രേയ. ഞാനിവിടെ ചെന്നൈയിലാണ് താമസിക്കുന്നത്. ഒരു BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞു. പിന്നെ അച്ഛൻ, അമ്മ, ബ്രദർ 3 പേരുണ്ട്. അവർക്ക് കുക്കിങ്ങിൽ പണ്ട് കാലത്തെ വലിയ താല്പര്യമാണ്, അമ്മയെ സഹായിക്കാനും. ഇതെൻ്റെ ഗുരു, എൻ്റെ അമ്മ. ഇത്രത്തോളം ഞാൻ പഠിക്കാനും വളരാനും എല്ലാത്തിനും കാരണം എൻ്റെ അമ്മയാണ്. പിന്നെ ഡാൻസറാണ്. ഞാൻ പഠിച്ചിട്ടുണ്ട് ഭരതനാട്യം, അരങ്ങേറ്റം കഴിഞ്ഞു. കുക്കിങ്ങിൽ എനിക്ക് എല്ലാ ടൈപ്പ് ഓഫ് ക്വിസൈൻസും ട്രൈ ഔട്ട് ചെയ്യാനാണ് ഇഷ്ടം. കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വിസൈൻസും, എസ്പെഷ്യലി ബേക്കിംഗ് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. സോ ബേക്കിങ്ങിലാണ് കൂടുതൽ താല്പര്യം. ബട്ട് സ്റ്റിൽ ദെൻ എല്ലാ കൈൻഡ് ഓഫ് ക്വിസൈൻസും ട്രൈ ഔട്ട് ചെയ്യാൻ വളരെയേറെ ഇഷ്ടമാണ്. കോമ്പറ്റീഷനിൽ ഞാൻ വന്നതും ഇത്രയേറെ ഈ കോമ്പറ്റീഷനിൽ ഞാൻ ഇവിടെ നിൽക്കാൻ കാരണം എൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ്. എൻ്റെ ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു മിക്സഡ് ബിരിയാണിയാണ്. ബിരിയാണിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി, തക്കാളി, ഗരം മസാല,
കശ്മീരി ചില്ലി പൗഡർ, ജീരകപ്പൊടി, തൈര്, ഉപ്പ്, ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ, പിന്നെ മല്ലിയില, പുതിനയില, കറിവേപ്പില, ഹോൾ സ്പൈസസ് കുറച്ച്, ബേ ലീഫ്, പിന്നെ ചിക്കൻ, പിന്നെ നെയ്യ്, പിന്നെ പോക്കിൻ്റെ സോസേജ് ആണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്, പിന്നെ അഫ്കോഴ്സ് ബാസ്മതി അരി. അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിൽ അരച്ചെടുക്കാം. ഇതൊന്ന് വരയാം. അപ്പം മാരിനേഷനൊക്കെ നല്ലോണം ഉള്ളിലേക്ക് പിടിക്കാം. പിന്നെ ആവശ്യമുള്ള ഉപ്പിടാം നമുക്ക്. പിന്നെ കശ്മീരി ചില്ലി പൗഡർ ഇടാം. പിന്നെ കുറച്ച് ഗരം മസാല ഇടാം. ജീരക പൗഡർ ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് തൈര് ഒഴിക്കുക. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഇത് നല്ലോണം മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം അതിലേക്ക് സവാള ഇടാം. അതിൽ ഉള്ളി ഇട്ടിട്ട് നല്ലോണം ബ്രൗൺ ആവുന്ന വരെ വഴറ്റണം. ഈ ഉള്ളി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. പച്ചമുളക് ഇടാം. ഇതായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇടാം. അതിലേക്ക് കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം. അടുപ്പത്തേക്ക് അരി വേവിക്കാൻ വയ്ക്കാം. ഈ അരിയിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക, എല്ലാ സ്പൈസസും, ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. കുറച്ച് ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് സോസേജ് ഇടാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് തൈര് എടുക്കുക. ഒരു നുള്ളു ജീര പൗഡർ ഇടും ഫ്ലേവറിന് വേണ്ടി. ചോറായിട്ടുണ്ടാൽ മതി. നമുക്ക് തുറന്നു നോക്കാം. എന്താണ് ഇതെന്തു കുഴപ്പമില്ല. നന്നായി നമുക്കിത് ഇനി ദമ്മിടാം. ഹലോ മാം. ഹലോ, എന്താണ് അവസാനം എന്ത് തീരുമാനം എടുത്തു? എന്തുണ്ടാക്കി? ഞാനൊരു ഇറ്റാലിയൻ ആണോ? അല്ല, ഇറ്റാലിയൻ അല്ല. മാറ്റി പിടിച്ചു അല്ലേ? അപ്പൊ എന്ത് ബിരിയാണി? സോസേജ് ഇട്ടിട്ട് ഒരു മിക്സഡ് മീറ്റ് ബിരിയാണി. ഇത് സോസേജും ചിക്കനും ഉണ്ട്. പിന്നെ സ്പൈസസ് ഞാൻ യൂസ് ചെയ്തിരിക്കണ കുറച്ചൊരു ചെന്നൈ സ്റ്റൈൽ പോലെയാണ് ഞാൻ ട്രൈ ചെയ്തിരിക്കുന്നത്. ചെന്നൈ സ്റ്റൈൽ എന്തൊക്കെയാണ് അവർക്ക് കൂടുതൽ എന്താ പറയാ? ഇപ്പൊ ചെട്ടിനാട് സ്റ്റൈലുണ്ട്, പിന്നെ അല്ലാണ്ട് ആമ്പൂർ ബിരിയാണി കുറെ ഉണ്ട്, പല 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 സ്റ്റൈലുണ്ട്. അവരുടെ ബിരിയാണീസ് എല്ലാം ആമ്പൂർ സ്റ്റൈലും അങ്ങനത്തെ എല്ലാം തന്നെ കുറച്ചൊരു
എന്താ പറയാ, റൈസ് ഈ റൈസ് അല്ല ഒന്നും ഉപയോഗിക്കുന്നത്. ഇങ്ങനത്തെ ലോങ് റൈസ് അല്ല, ഷോർട്ട് ചെറുത്. രണ്ടെന്ന് പറയുന്ന മസാലയിലൊക്കെ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ബിരിയാണീസ് ആണ് അതിന്റെ. അതാ ഞാൻ ലെയർ ചെയ്തിട്ട് ഇനി മിക്സ് ചെയ്തെടുക്കും. ആണല്ലേ, ശരിയാണ്. എല്ലാം കൂടെ ഒരു ടിപ്പിക്കൽ ആണെന്നും പറയാൻ പറ്റില്ല. എല്ലാം കൂടെ ചേർന്നൊരു പല 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 കാര്യങ്ങളുടെ കോമ്പിനേഷൻ അല്ലേ. ഇതിലിപ്പോ എന്തൊക്കെ മസാലാസ് ചേർത്തു? ഇതിൽ ഗരം മസാല, റെഡ് കളർ കിട്ടിയിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ, കിച്ചൺ റഷസ്, പിന്നെ ജീര പൗഡർ, തൈരുണ്ടാവും, ജിഞ്ചർ ഗാർലിക്, പച്ചമുളക്, ടൊമാറ്റോ ചേർത്തോ? ഇത് കൂടാതെ ഒരു ടൊമാറ്റോ മാത്രം ചേർത്തു, മല്ലിയില, പുതിന അല്ലേ. പുതിന. ഇനിയിപ്പോ ദം ചെയ്യാനായിട്ട് ഇതിപ്പോ ക്വാണ്ടിറ്റി റൈസ് വേറെ ഉണ്ടല്ലോ അല്ലേ? ഇത് ഇതിന്റെ മേലെ ലെയർ ചെയ്യും. അത് സെപ്പറേറ്റ് കുക്ക് ചെയ്തത് സ്റ്റോക്കിലോ വല്ലതും ആണോ റൈസ്? അല്ല, സ്റ്റോക്കിൽ വേവിച്ചില്ല. പ്ലെയിൻ വാട്ടർ വറ്റിച്ചെടുക്കായിരുന്നോ അതോ ഊറ്റിയെടുക്കണം? വറ്റിച്ചെടുത്തു. അതിൽ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് ഉപ്പും ആവശ്യത്തിലുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട്. ഒരു പാർ ബോയിൽഡ് അല്ല, ഹാഫ് ബോയിൽഡും അല്ല, 3/4 അല്ല, ഫുള്ളി ഓൾമോസ്റ്റ് കുക്ക്ഡ്. അപ്പൊ കൂടുതൽ സ്കോപ്പ് ഇല്ല ദമ്മിന്, അതേ സമയം വെക്കാൻ കുറച്ച് ഒരു 5-10 മിനിറ്റ്സ് മാത്രം വെച്ചിട്ട് എടുക്കും. അതിന്റെ കൂടെ എന്തൊക്കെയാ? കൂടെ റൈത്ത കൊടുക്കും. താങ്കളുടെ നെയ്ബർ കുറച്ച് കാര്യമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്, പേർഷ്യൻ സ്റ്റൈൽ. നമുക്കിനി ബാക്കി അരി ഇതിലേക്ക് ദമ്മിനിടാം. ബിരിയാണി ദമ്മിട്ടത് അയച്ചുണ്ടാവും മതി. നമുക്ക് തുറന്നു നോക്കാം. ബിരിയാണി റെഡിയായി. മിക്സഡ് ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. സോ ഇനി ജഡ്ജസിൻ്റെ അടുത്ത് ടേസ്റ്റിങ്ങിന് കൊടുക്കാം. നന്നായി വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അവരെങ്ങനെ ഉണ്ടെന്ന് കഴിച്ചിട്ട് പറയാം. Coco's Kitchen Magic Season 4 powered by Kitchen Treasures and presented by Datri Eatpure Tasting and Judgment Round. അങ്ങനെ നമ്മളുടെ ബിരിയാണി റൗണ്ടിൻ്റെ ലാസ്റ്റ് ഗ്രൂപ്പ് അവരുടെ പെർഫോമൻസ് എല്ലാം കാഴ്ചവെച്ച് കഴിഞ്ഞു. ഇനി അവരുടെ ടേസ്റ്റിങ്ങിനായിട്ട് നമ്മൾക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് അവരുടെ വിഭവമായിട്ട് റെഡിയായി നിൽക്കുവാണ്. ഷെഫ്, അവരെ നമുക്ക് വിളിച്ചാലോ? ഓക്കെ, കണ്ടസ്റ്റൻസ് പ്ലീസ് കം. ഓക്കെ, സജ്ന, രാധിക ആൻഡ് ശ്രേയ തുടങ്ങാം അല്ലേ? വരൂ സജ്ന. ഓക്കെ സജ്ന, സജ്നയുടെ പ്രസന്റേഷൻ ഈസ് ഓൾവേസ് ഗുഡ്. താങ്ക് യു. നല്ല കുറെ പാത്രങ്ങളുണ്ട്, അത് ഭയങ്കര സന്തോഷമാണ് കാണുമ്പോൾ അങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ. ഇത് നല്ല ഹോട്ടായിട്ട് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ? നിൽക്കുന്ന അത് തന്നെ ബേക്ക് ചെയ്തത്, ഞാൻ ബേക്ക് ചെയ്ത അത് തന്നെ കൊണ്ടുവന്നു അല്ലേ? ഇത് തീം എന്തായിരുന്നു? പേർഷ്യൻ. ഇപ്പൊ സജന, ശരിക്കും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ചേഞ്ച്, നമ്മൾ അങ്ങനെ എപ്പോഴും കാണാത്ത ബിരിയാണി വേണം എന്ന് പറഞ്ഞ അനുസരിച്ച് ചെയ്തു അല്ലേ? തുറന്നു നോക്കാം. എന്തൊക്കെയാണ് സംഭവം? പ്രോൺസ് ചിക്കൻ സ്റ്റോക്കിലെ റൈസ് ഉണ്ടാക്കിയത്. ചിക്കൻ സ്റ്റോക്കിലെ റൈസ് ഉണ്ടാക്കിയത്. സ്പൈസസ് ഒക്കെ അതിലിട്ടു. പിന്നെ ഉള്ളി സോട്ട് ചെയ്തു, അതിലേക്ക് പ്രോൺസ് ഇട്ടു. പിന്നെ കുറച്ച് സ്പൈസസ്, ടൊമാറ്റോ പേസ്റ്റ്, ഗാർലിക്, പിന്നെ സേഫ്രൺ റൈസിൽ ഇങ്ങനെ ലെയർ കുങ്കുമപ്പൂ ഇങ്ങനെ ചെയ്തു. ലെയർ ആക്കി റൈസിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അല്ലേ? കുങ്കുമപ്പൂ കുറച്ചായിട്ട് ഡ്രിസിൽ ചെയ്ത്. പിന്നെ പേർഷ്യൻ മസാല എന്തായിരുന്നു ഫോർ യുവർ പ്രോൺസ് തന്നെയല്ലേ? പ്രോൺസ് ടോട്ടൽ സിനമൺ, കടുവം അതൊക്കെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ട് തൈര്, ടൊമാറ്റോ പേസ്റ്റാണ് യൂസ് ചെയ്തിട്ടില്ല. ടൊമാറ്റോ യൂസ് ചെയ്തിട്ടില്ല. കൊറിയാണ്ടർ യൂസ് ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചിക്കൻ ആൻഡ് ആപ്പിൾ സാലഡ് ആൻഡ് ഒരു അറബിക് റൈത്ത. എന്നിട്ട് ബേക്ക് ചെയ്തെടുത്തു അല്ലേ? ദം ചെയ്തിട്ട്.
വെരി നൈസ്. താങ്ക് യു എക്സലന്റ്. താങ്ക് യു സോ മച്ച്. ചിക്കൻ ചിക്കൻ ആൻഡ് ആപ്പിൾ, മയോണൈസ് ആണോ? മയോണൈസും ക്രീമും. അതൊരു അറേബിക് ഫ്ലേവറിൽ സാലഡ് റൈത്ത ചെയ്തു. That is nice. Raita is very nice. നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. ഞാനൊരു റിസർച്ച് നടത്തിയിട്ടുണ്ട് ആക്ച്വലി. അപ്പം അങ്ങനെ നോക്കിയപ്പം പേർഷ്യയിലാണ് ബിരിയാണി കണ്ടുപിടിച്ചത്. പിന്നെ അത് അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് വന്നു, അറബ് വഴി കാലിക്കറ്റിലേക്ക് വന്നു എന്നൊക്കെ. പിന്നെ അവർ ഇതിൻ്റെ കൂടെ ചിക്കൻ സാലഡ് കൊടുക്കുന്നൊക്കെ കണ്ടു. അപ്പം അത് ട്രൈ ചെയ്തത് തന്നെയാണ്. വെരി നൈസ്. റൈറ്റ് കോമ്പിനേഷൻ. ഇതിങ്ങനെ കൊണ്ടുവച്ചാൽ ആൾക്കാർ സന്തോഷത്തോടു കൂടി കഴിക്കും, നോ ഡൗട്ട്. താങ്ക് യു സോ മച്ച്. ഭയങ്കര ഒരു ഫില്ലിങ് ആൻഡ് വയറ് മാത്രമല്ല മനസ്സ് നിറയുന്ന ഒരു വിഭവമായിരിക്കും ഉറപ്പായിട്ടും. അപ്പം എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഈ റെസിപ്പി ട്രൈ ഔട്ട് ചെയ്യാം. ഓക്കെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ശ്രേയ. ചിക്കൻ ആൻഡ് സോസേജ് ബിരിയാണി. മസാല ഉണ്ടാക്കി, ഓണിയൻസ്, ചില്ലീസ്, ടൊമാറ്റോ, പിന്നെ ഗരം മസാല, പിന്നെ ചില്ലി പൗഡർ, കശ്മീരി ചില്ലി പൗഡർ, ക്യുമിൻ പൗഡർ ഒക്കെ ഇട്ടിട്ട് മസാല ഉണ്ടാക്കി. പിന്നെ റൈസിൽ കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് അതും വേവിച്ചു. എന്നിട്ട് രണ്ടും ലെയർ ചെയ്തിട്ട് ദം ചെയ്തെടുത്തു. കൊള്ളാവുന്നൊരു മസാലയാണ്. ഇത്ര എരിവൊക്കെ ഉണ്ട്, സ്പൈസി. ആ, താങ്ക് യു. പ്രസൻറ്റേഷനും കൊള്ളാം. നല്ലൊരു സ്പൈസി ഗുഡ് മസാല. താങ്ക് യു. സംതിങ് ഡിഫറെൻറ്റ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അല്ലേ, നമ്മളൊരു പേർഷ്യൻ സ്റ്റൈൽ കഴിച്ചു, അതൊന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഇത്. ഓക്കെ, ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് ഫ്ലേവർ ആൻഡ് ഡിഫറെൻറ്റ്. എനിക്ക് തോന്നുന്നു എല്ലാത്തിലും മസാലയും കാര്യങ്ങളൊക്കെ സിമിലർ ആണെങ്കിലും നമ്മൾ ചേർക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാത്തിലും ഉള്ളത് തന്നെയല്ലേ. മുളക് പൊടി ഉണ്ടാവും, അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് ഉണ്ടാവും. പക്ഷെ നമ്മൾ റേഷ്യോയും എന്താണ് എങ്ങനെ ചേർക്കുന്നു, അതിന്റെ മെത്തേഡ്, എവറിഥിങ് ചേഞ്ചസ്, ദ ഹോൾ തിങ് ചേഞ്ച് അല്ലേ. ആ ഐറ്റം തന്നെ അങ്ങ് മാറി. ദിസ് ഇസ് വെരി നൈസ് അല്ലേ. നല്ലൊരു സ്പൈസി ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ബിരിയാണി. താങ്ക് യു സോ മച്ച്. ഗുഡ്. താങ്ക് യു. രാധിക, ഇത് രണ്ടുപേരെ പറ്റിയും പറഞ്ഞു കേട്ട് സന്തോഷിച്ചിരിക്കുകയാണ്. രാധിക ഇങ്ങനെ ടെൻഷനിലാണ്, ഇനി അടുത്ത് എന്താണ് ആണോ? അവര് സന്തോഷത്തിലാണ്, രാധികയുടെ കാര്യമാണ് കഷ്ടം അല്ലേ. എന്താണെന്ന് അറിയില്ലല്ലോ അല്ലേ, സസ്പെൻസിലാണ്. എന്താ തുളസിയല്ലയോ? അല്ല, പുതിന പാടിപ്പോയി അല്ലേ. സാർ, ഞാനൊരു ബിരിയാണി ചിക്കൻ ഫ്രൈ ചെയ്ത് ഉള്ളിൽ ഫില്ല് ചെയ്താണ്. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തന്നെ മസാലയിൽ ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ സ്വയം ഉണ്ടാക്കി നോക്കിയതാന്ന് പറയാം. അതായത് ചിക്കൻ ഫ്രൈ ചെയ്ത ഒരു മസാലയിൽ വഴറ്റി അതിനകത്തിട്ട് ആദ്യം ഒന്ന് റൈസ് വേവിച്ചിട്ട് പിന്നെ വേറൊരു ചിക്കൻ ഫ്രൈ ചെയ്ത ഒരു മസാല ഉണ്ടാക്കി അതിനെ നടുക്ക് വെച്ചിട്ട് പ്രസന്റ് ചെയ്തു. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ഇതിനകത്താണ് പ്രധാനപ്പെട്ട ആളിരിക്കുന്നത്, ചിക്കൻ. സീക്രട്ട് ഇൻഗ്രീഡിയന്റ് പോലെയാണ്, അകത്തൊരു കാര്യമുണ്ട്. സസ്പെൻസ്. അതൊക്കെ എടുക്കാനോ എല്ലാം കൊളവാക്കിയോ? വളരെ പാടുപെട്ട് അല്ലേ കുക്കിനെയൊക്കെ കൊണ്ടുവന്നതാണ്. ഈ റൈസിന്റെ മസാലയുടെ ഉപ്പ് ആവശ്യത്തിനേ ഉള്ളൂ. പക്ഷേ ഒളിപ്പിച്ചു വെച്ച കഷ്ണം ഉണ്ടല്ലോ ചിക്കൻ, അതിൽ പൊതിഞ്ഞിരിക്കുന്ന ഉള്ളി പിന്നെ ഒരു കോൺസെൻട്രേറ്റഡ് ഫോമാണ് ഇപ്പൊ. ഓക്കെ, ഉപ്പ് കൂടിപ്പോയില്ലേ? സെന്ററിൽ വെച്ചില്ലേ ഫ്രൈ ചിക്കൻ, സെന്റർ പീസില് ഒരു മസാല ഉണ്ടാക്കിയില്ലേ സവാളയൊക്കെ വെച്ചിട്ട്, അതിനകത്ത് ഭയങ്കര ഉപ്പാണ്. അതാണ് നമുക്ക് നടുക്ക് തന്നിരിക്കുന്ന സർപ്രൈസ്. സർപ്രൈസ് ഇല്ല,
ഞാൻ തന്നെ കണ്ടുപിടിച്ച ബിരിയാണി, എനിക്ക് വലിയ പ്രതീക്ഷയില്ല, എന്നാൽ ഞാൻ തന്നെ ഉണ്ടാക്കി നോക്കിയെന്ന്. ഞങ്ങളാണ് ഗിനി പിക്സ് അല്ലേ? വേണമെങ്കിൽ രാധിക ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ഇച്ചിരി ഒന്ന് ഓക്കെ ആണോ നോക്കുവാണെങ്കിൽ മനസ്സിലായി. ടേസ്റ്റ് ചെയ്ത് നോക്കൂ. യു ഹാവ് ടു നോ. മസാലയൊക്കെ ചേർത്ത് തരാവേ. ഉണ്ടോ? നല്ല ഉപ്പുണ്ട് അല്ലേ? ആക്ച്വലി ഞാൻ എന്താ പ്രതീക്ഷിച്ചെന്ന് വെച്ചാൽ ചിക്കൻ ഫ്രൈ ചെയ്തതിൽ ഉപ്പുണ്ട്, ഉള്ളിയിൽ ഉപ്പിട്ട ശേഷമാണ് എനിക്ക് അറിഞ്ഞത് ചിക്കനിൽ ഉപ്പ് ഉണ്ടായിരുന്നു എന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ചില പ്രശ്നങ്ങൾ. ഓക്കെ, രാധിക ഒരു അറ്റംപ്റ്റ് നടത്തി സ്വന്തമായിട്ടൊരു പുതിയ കാര്യം കണ്ടുപിടിക്കാൻ. അത് നല്ല കാര്യമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ 3 പേരും നിങ്ങളുടെ എഫേർട്ട് കൊണ്ട് വന്ന് തന്നു. ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു, അഭിപ്രായവും പറഞ്ഞു. വളരെ നല്ല അഭിപ്രായം 2 പേർക്ക് കൊടുത്തു. രാധികയുടെ കാര്യത്തിൽ ചെറിയ അഭിപ്രായം കുറച്ച് കുറഞ്ഞു പോയി. എനിവേ, എഫേർട്ടൊക്കെ വി അപ്രീഷിയേറ്റ്. ഓക്കെ, ഗുഡ് എഫേർട്ട്. പക്ഷെ നമ്മൾക്ക് അല്ലേ ഈ റൗണ്ടിൽ എന്തായാലും ഒരു എന്താ പറയാ ഡേഞ്ചർ സോൺ ഉണ്ട്. അവിടെ ഒരു വേക്കൻസി ഉണ്ട് ഇപ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. ഓക്കെ, എനിവേ വിഷമമൊന്നും ഇല്ലാതെ കാരണം അല്ലേ? ഓക്കെ രാധിക. രാധിക എന്തായാലും നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു, ആ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. അല്ല മാം, സജിനയാണ് ശ്രേയാണ് എൻ്റെ കൂടെ എന്ന് അറിഞ്ഞപ്പോ അപ്പോഴേ വിചാരിച്ചു അല്ലേ പണി കിട്ടിയെന്ന്. രാധികന്റെ സ്വന്തം ഡിഷ് ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയ നല്ലൊരു സന്തോഷമല്ലേ? സന്തോഷമുണ്ട്. അതിൽ ഉപ്പ് കൂടിപ്പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല, ഇപ്പോഴാണ് ശരിക്കും അറിഞ്ഞു. സാരമില്ല, ഇവര് 2 കൂടെ വന്നു എന്ന് പറഞ്ഞ ഒരു പേടിയും വേണ്ട. ആരും ആരെക്കാട്ടിലും മുകളിലല്ല. നമ്മൾ അവരെ ആർക്ക് വേണമെങ്കിൽ എപ്പോഴും വേണമെങ്കിലും തെറ്റുപറ്റും, ആർക്ക് വേണേ ഡേഞ്ചർ സോണ് പോവാം, അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. ഇങ്ങനെ ഇന്നലെ ഇവളിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിന്നായിരുന്നു, അവസാനം എന്നെ ഡേഞ്ചർ സോണിലേക്ക് പറഞ്ഞു വെച്ചു. അതെ, ഇന്ന് രാധികയായിരുന്നു കൂടുതൽ മാർക്ക് വാങ്ങിച്ചല്ലേ? എന്തായിരുന്നു അത് ഐറ്റം? പായസം. അവളെ ഭയങ്കര നടന്നതാ, അവസാനം ഞാൻ എലിമിനേറ്റ് ആയി. പായസം റൗണ്ടില് ഗംഭീരമായിട്ട് ശ്രേയ ചെയ്തു എന്നാണ് ശ്രേയ വിചാരിച്ചത്. പക്ഷെ അവസാനം രാധികയാണ് കൊണ്ടുപോയത് അല്ലേ? പായസം റൗണ്ടില് ഞങ്ങളൊരു ടീമായിരുന്നു. അതെ, അപ്പം തൊട്ടേ രാധിക പറയണ്ട്, ഞാൻ ഡേഞ്ചർ സോണിൽ പോകും, ഞാൻ ഡേഞ്ചർ സോണിൽ പോകും, നിങ്ങളാണ് എന്റെ കൂടെ, നിങ്ങളാണ് എന്റെ കൂടെ. ആ ഒരു പേടി ഇനി വേണ്ട, കോൺഫിഡൻസ് വേണം സ്വന്തമായിട്ട്. അവരാരാ? അവരെക്കാട്ടിലും മേലാണ്, കുഴപ്പമില്ലാത്തവർ. ഓക്കെ, അപ്പൊ ഇനിയും മാക്സിമം ട്രൈ ചെയ്ത് മിടുക്കിയായിട്ട് വരണം. ഓക്കെ, നമ്മളുടെ വീക്ക്നെസ് എവിടെയാണ്, നമ്മളുടെ കുറവുകൾ എവിടെയാണ്, അത് പരിഹരിച്ച് വരിക. അപ്പൊ നിങ്ങളും ഈ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക, അബദ്ധങ്ങളിലേക്ക് വീണ്ടും പോയിടാതിരിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അങ്ങനെ ഇന്നത്തെ മത്സരത്തോടു കൂടി നമ്മളുടെ ബിരിയാണി റൗണ്ട് അവസാനിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ റൗണ്ടിലുണ്ടായിരുന്ന ഇന്നത്തെ ഈ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്ന 3 കണ്ടസ്റ്റൻസ് 2 പേർ വളരെ നല്ല ഗംഭീരമായ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. വളരെ നല്ല ബിരിയാണി ആയിരുന്നു. എടുത്തു പറയാവുന്ന ഏറ്റവും നല്ലൊരു ബിരിയാണി എന്ന് പറയുന്ന ഒരു പേർഷ്യൻ സ്റ്റൈലും അതുപോലെ തന്നെ കൊള്ളാവുന്ന മറ്റൊരു ബിരിയാണിയുമാണ് ശ്രേയ തയ്യാറാക്കിയത്. അപ്പോൾ എന്തായാലും നല്ല 2 ബിരിയാണി. അതിനോടൊപ്പം രാധിക ഡേഞ്ചർ സോണിലേക്ക് പോയെങ്കിലും രാധികയുടെ ഭാഗത്തും സത്യം പറഞ്ഞാൽ ഒരു ക്രിയേറ്റിവിറ്റി, രാധിക സ്വന്തമായി കണ്ടെത്തിയ ഒരു ബിരിയാണിയാണ് തയ്യാറാക്കിയെന്ന് പറഞ്ഞു. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ അത്തരം ആ ഒരു രീതിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നവരുമാണ്. എങ്കിലും ചെറിയ ചെറിയ പാകപ്പിഴകൾ, അത് കുറച്ചുകൂടി നല്ല മിടുക്കിയായിട്ട് വരാനായിട്ട് ഇപ്പോൾ ഡേഞ്ചർ സോണിലേക്ക് പോയി എന്ന് മാത്രം. എന്തായാലും ഈ ഒരു മത്സരം ഇന്നുകൊണ്ട് അവസാനിക്കുകയാണ്, നമ്മളുടെ ബിരിയാണി റൗണ്ട്. അപ്പോൾ ഇനിയും വ്യത്യസ്തമായ കാഴ്ചകളും വ്യത്യസ്തമായ റൗണ്ട്സുമായി കാണാം. അതുവരെ